ഹായ്, എൻ്റെ പേര് റിജിൻ. വെൽക്കം ടു റേസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ 1 വീക്കിന് ശേഷമാണ് കാണുന്നത്. 1 വീക്ക് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഇതേപോലെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ നേരത്തെ ഡെയിലി കണ്ടുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ നമ്മൾ ഇനി തൊട്ട് വീക്ക്ലി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലാസ്റ്റ് 1 വീക്കിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് മുമ്പ് ലാസ്റ്റ് സൺഡേ വരെ ഉള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് സൺഡേ തൊട്ട് ഇന്നലെ വരെയുള്ള 6 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇതിന് മുമ്പുള്ള കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അവിടുന്ന് ആ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് എല്ലാം കാണാം. അത് കൂടാതെ നമ്മുടെ എന്തെങ്കിലും ക്ലാസ്സസ് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതേപോലത്തെ ബാക്കി ക്ലാസ്സസും അതേപോലെ പ്രോഗ്രാംസിലേക്ക് അപ്ഡേറ്റ്സ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരെ കിട്ടാൻ വേണ്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മൾ ലാസ്റ്റ് സൺഡേ തൊട്ട് ഇന്നലെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ 26 തൊട്ട് 31 വരെ ജൂലൈ മന്തിലെ ലാസ്റ്റ് വീക്കിന്റെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും എന്തെങ്കിലും സ്റ്റാറ്റിക് ഉണ്ടെങ്കിൽ അതുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ്സ് ഫസ്റ്റ് ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽ ടു ക്യാരി ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സ്. ഇത് ഏത് കൺട്രിയാണ് കൊണ്ടുവന്നത്? ഇപ്പം വേൾഡിൽ ആദ്യമായിട്ട് ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സ് കൊണ്ടുപോകാൻ പറ്റുന്ന റെയിൽ ടണൽസ്, ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽസ് ഡെവലപ്പ് ചെയ്തത് ഏത് കൺട്രിയാണ്? സോ അത് ഡെഫിനറ്റ് ചെയ്തത് നമ്മളുടെ ഇന്ത്യ ആണ്. അത് ചെയ്തത് നമ്മുടെ ഇന്ത്യ ആണ്. ഈ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സ് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള അത് ഫിറ്റ് ആക്കുന്ന രീതിയിലുള്ള ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽസ് കൊണ്ടുവന്നത്. അപ്പൊ ഈ ഒരു സംഭവം ഇപ്പം ഡെവലപ്പ് ചെയ്തേക്കുന്ന 1 കിലോമീറ്റർ സ്ട്രെച്ച് ആണ് ഇതുവരെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇത് കൊണ്ടുവന്നേക്കുന്നത് ഇപ്പം ഹരിയാനയിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് കോറിഡോറും വെസ്റ്റ് കോറിഡോർ, റെയിൽവേയുടെ ഈസ്റ്റ് കോറിഡോറും വെസ്റ്റ് കോറിഡോറും 2 ഫേസിലായിട്ടാണ് ഈ ഒരു സംഭവം. ഈ ഫസ്റ്റ് ഫേസിൽ ഈ രണ്ട് കോറിഡോഴ്സിലാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഈ 2 കോറിഡോറിലായിട്ടാണ് ഫസ്റ്റ് ഫേസിൽ ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ 1 കിലോമീറ്റർ ഇപ്പൊ റീസെന്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അത് കൊണ്ടുവന്നത് നമ്മുടെ വെസ്റ്റ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ആയ ഹരിയാനയിലാണ് ഈ ഒരു സംഭവം ഇപ്പം കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം കൊണ്ടുവന്നത് നമ്മുടെ ആരവല്ലി മൗണ്ടെയിൻ ഹിൽസിനെ കട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു 1 കിലോമീറ്റർ റെയിൽ ടണൽ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സോ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഇപ്പോഴും പ്രോഗ്രസ്സിലാണ്. സോ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ ആണ്. ഈ സംഭവം ആദ്യമായിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ഇന്ത്യയില് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഹണി ടെസ്റ്റിംഗ് ലാബ് കൊണ്ടുവന്നത് ഏത് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ്? ഇതൊരു വേൾഡ് ക്ലാസ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഹണി ടെസ്റ്റിംഗ് ലാബ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഫസ്റ്റ് ഹണി ടെസ്റ്റിംഗ് ലാബ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു സംഭവം വഴി ആക്ച്വലി നമ്മുടെ ഹണിയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഹണീന്റെ അകത്തുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് അതിന്റെ അകത്തുള്ള കെമിക്കൽ സബ്സ്റ്റൻസും എന്തെങ്കിലും റെസിഡ്യൂസ്, ഹെവി മെറ്റൽസോ അങ്ങനെ ആന്റിബോഡീസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ആ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനൊരു ഹണി ടെസ്റ്റിംഗ് ലാബ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ആക്ച്വലി വേറൊരു നല്ല കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഒരു ഹണി എക്സ്പോർട്ടിൽ ആക്ച്വലി ഒരു ബൂസ്റ്റ് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ ഫാമേഴ്സ് എത്ര നല്ല ക്വാളിറ്റി ഹണിയാണോ ഏത് ഫാമേഴ്സ് തരുന്നത് അവർക്ക് കൂടുതൽ അവരുടെ ആ ഒരു തരുന്ന ക്വാളിറ്റി ഹണിക്ക് ബെറ്റർ പ്രൈസ് എൻഷ്യൂർ ചെയ്യാനൊക്കെ പറ്റും. സോ അതിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു ഹണി ടെസ്റ്റിംഗ് ലാബ് ഇപ്പം റീസെന്റ് ആദ്യമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്നത്. സോ ആദ്യമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഹണി ടെസ്റ്റിംഗ് ലാബ് കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ ഗുജറാത്തിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഗുജറാത്തിൽ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ എക്സാമിൽ മോസ്റ്റ്ലി ചോദിക്കാൻ പോകുന്നത് ഏത് സ്റ്റേറ്റിലാണ് കൊണ്ടുവന്നതെന്നായിരിക്കും ചോദിക്കുന്നത്. സോ അതെന്ന് പറയുന്നത് ഗുജറാത്തിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഏത് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷന്റെ അണ്ടറിലാണ് ഈ ഒരു സംഭവം വരുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഈ ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. സോ അതാണ് രണ്ടാമത് ചോദിക്കാൻ ചാൻസസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഈ ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ NDDB ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത് നമ്മളുടെ നാഷണൽ ബി ബോർഡിന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. നാഷണൽ ബി ബോർഡിന്റെ കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഈ ഒരു സംഭവം ആദ്യത്തെ ഇന്ത്യൻ ഗവൺമെന്റ് ഹണി ടെസ്റ്റിംഗ് ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പം വേറൊരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാം. സോ അതും ഈ പറയുന്ന ഗുജറാത്തിൽ തന്നെയാണ് ഈ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വേൾഡ്സ് മോസ്റ്റ് സർവൈൽഡ് സിറ്റീസ് 2020.
അപ്പം ഇതിന്റെ റാങ്കിങ് റീസെന്റ് വന്നു. ഇത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡിലെ ഏതൊക്കെ സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ CCTV സർവൈലൻസ് ഉള്ളത് എന്നുള്ളതാണ് ആക്ച്വലി ഇത് ചെക്ക് ചെയ്യുന്നത്. ഇത് ചെക്ക് ചെയ്യുന്നൊരു പാറ്റേൺ എന്ന് പറയുന്നത് ആക്ച്വലി 1000 പേർക്ക് ഒരു ക്യാമറ എന്നുള്ള രീതിയിലാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പെർ 1000 പീപ്പിൾസ് എന്നൊരു കാറ്റഗറിയിലാണ് ഈ ഒരു സംഭവം, ഈ ഒരു സർവൈലൻസ് ഇത് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വേൾഡ് സർവൈൽഡ് സിറ്റീസ് 2020യുടെ റാങ്കിങ്ങിന്റെ ബേസിസിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏത് സിറ്റിയാണ് ഏറ്റവും മുമ്പിൽ, ആൻഡ് അത് കൂടാതെ വേൾഡിലെ ഏത് സിറ്റിയാണ് റാങ്ക് 1ൽ. എക്സാമ്പിൾ മോസ്റ്റ്ലി നമ്മൾ ചോദിക്കുന്നത് ഇന്ത്യ എന്നുള്ള ഏത് സിറ്റിയാണ് ഏറ്റവും മോസ്റ്റ് സർവൈൽഡ് സിറ്റി എന്നുള്ളതായിരിക്കും മിക്കവാറും എക്സാമ്പിൾ ചോദിക്കുന്നത്. സോ അതെന്ന് പറയുന്നത് അതിന്റെ റാങ്കിങ് അതെന്ന് പറയുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദിന്റെ റാങ്ക് എന്ന് പറയുന്നത് ഗ്ലോബലി 16th റാങ്കിലാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. അപ്പം വേൾഡിലെ ഏത് സിറ്റിയാണ് ഏറ്റവും മുമ്പിൽ അല്ലെങ്കിൽ റാങ്ക് 1ൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ചൈനയിൽ നിന്നുള്ള തൈവാൻ എന്ന് പറയുന്ന സ്ഥലമാണ് റാങ്ക് 1ലുള്ളത്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് ആയിരിക്കും എക്സാമിന് മോസ്റ്റ്ലി ചോദിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ റാങ്കിൽ ഹൈദരാബാദ് ആണ് ഏറ്റവും മുമ്പിൽ ഇന്ത്യയിൽ. ആൻഡ് റാങ്ക് എന്ന് പറയുന്നത് ഗ്ലോബൽ റാങ്ക് എന്ന് പറയുന്നത് 16 ആണ് ഗ്ലോബൽ റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ റാങ്ക് ഓർത്ത് വെക്കുക, സിറ്റിയുടെ നെയിം ഓർത്ത് വെക്കുക, ഫസ്റ്റ് വന്ന സിറ്റിയുടെ നെയിം ഓർത്ത് വെക്കുക. ഇത് ഇത്രയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഹൈദരാബാദ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള ഏതൊക്കെ സിറ്റീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈ റാങ്ക് 21ലുണ്ട്, അതേപോലെ ഡൽഹി റാങ്ക് 33ലുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സംഭവം ചെക്ക് ചെയ്യുന്നത് പെർ 1000 പീപ്പിൾസ് എന്നുള്ള രീതിയിലാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി അവിടെ പോപ്പുലേഷന്റെ ഒരു ചെക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പോപ്പുലേഷൻ കാറ്റഗറിയിൽ വേൾഡിലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി എന്ന് പറയുന്നത് ടോക്കിയോ ആണ്. ആൻഡ് ഇന്ത്യയിൽ നിന്നുള്ള മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി എന്ന് പറയുന്നത് ഡൽഹി ആണ്. ആൻഡ് ഡൽഹി എന്ന് പറയുന്ന ഗ്ലോബൽ റാങ്കിങ്ങിൽ 2 ആണ്. ഓക്കെ, അപ്പം ഏറ്റവും മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി എന്ന് പറയുന്നത് ടോക്കിയോ ആണ്, സെക്കൻഡ് റാങ്കിൽ ഡൽഹി ആണ്, ആൻഡ് ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് റാങ്കിൽ ഏത് സിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹി ആണ്. നെക്സ്റ്റ്, റീസെന്റ് നമ്മുടെ UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ഒരു റിപ്പോർട്ട് വന്നായിരുന്നു. റിപ്പോർട്ടിന്റെ പേര് എന്ന് പറയുന്നത് കൂളിംഗ് എമിഷൻ ആൻഡ് പോളിസി സിന്തസിസ് റിപ്പോർട്ട് എന്നാണ് ആ റിപ്പോർട്ടിന്റെ നെയിം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമ്മളുടെ എന്താ പറയാ കൂളിംഗ് റെഫ്രിജറൻസിൽ യൂസ് ചെയ്യുന്ന കൂളൻസ് അത് ആക്ച്വലി അതെന്ന് പറയുന്നത് ഒരു പൊല്യൂട്ടൻ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇൻഫാക്ട് അതിൽ കുറെ സാധനങ്ങളെ സൂപ്പർ പൊല്യൂട്ടിംഗ് റെഫ്രിജറൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇതിന്റെ ഒരു സംഭവം വേറെ എന്തെങ്കിലും വെച്ച് എഫിഷ്യന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവന്ന് കുറയ്ക്കുകയാണെങ്കിൽ എത്രത്തോളം എമിഷൻ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറയ്ക്കാൻ പറ്റും എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. സോ അങ്ങനെ ഈ പറയുന്ന കൂളൻസിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂളൻസിനെ എന്തെങ്കിലും ക്ലൈമറ്റ് ഫ്രണ്ട്ലി കൂളിംഗ് സംഭവമായിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 460 ഗിഗാ ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇക്വാലന്റ് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത് 4 ഡിക്കേഡ് കൊണ്ട്. അപ്പം എക്സാമിൽ ചോദിക്കാൻ പറ്റിയ 1-2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒന്ന് ആ റിപ്പോർട്ടിന്റെ നെയിം ചോദിക്കത്തില്ല, ഡയറക്ട്ലി ആ റിപ്പോർട്ട് ഏത് ഓർഗനൈസേഷനാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗനൈസേഷൻ ചേർന്നാണ് കൊണ്ടുവന്നേക്കുന്നതെന്ന് ചോദിക്കാം. പിന്നെ ആ ഡയറക്ട്ലി ആ ഒരു എമിഷന്റെ എമൗണ്ട് ചോദിക്കാം, ഡയറക്ട്ലി ആ 460 ഗിഗാ ടൺസ് എന്നുള്ള എമൗണ്ട് ചോദിക്കാം. സോ ആ ഒരു 460 ഗിഗാ ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വാലന്റ് അത് കുറയ്ക്കുന്നത് 4 ഡിക്കേഡ് കൊണ്ട് കുറയ്ക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഏതൊക്കെ ഓർഗനൈസേഷൻ ചേർന്നാണ് ഈ റിപ്പോർട്ട് കൊണ്ടുവന്നേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാമും ഇന്റർനാഷണൽ എനർജി ഏജൻസി കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. ഇനി ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ UNEPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കെനിയയിലാണ്. നേരത്തെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് പാരീസ്, ഫ്രാൻസിലാണ്. അപ്പം ഈ 2 ഹെഡ് ക്വാർട്ടേഴ്സും നേരത്തെ എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. സോ അതും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഗെയിനിങ് ഫോറസ്റ്റ് ഏരിയ ഇൻ വേൾഡ്. അപ്പൊ ഇതിന്റെ ഒരു റാങ്കിങ് റീസെന്റ് വന്നായിരുന്നു. ഇതിന്റെ റാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൺട്രീസും ഒരു വർഷം കൊണ്ട് എത്രത്തോളം ഫോറസ്റ്റ് കവർ ഗെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ റാങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് വേൾഡിൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 3rd റാങ്കിലാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു വർഷം കൊണ്ട് 0.38% ആനുവൽ ഗെയിൻ ആണ് ഫോറസ്റ്റ് കവറിൽ കൊണ്ടുവരുന്നത്. അതെന്ന് പറയുന്നത് ഏകദേശം 2,66,000 ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് ഏരിയ ആണ് ആ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തേക്ക്. അപ്പൊ നമുക്ക് ആ പെർസെന്റേജ് ഇമ്പോർട്ടന്റ് ആണ്. മേ ബി ആ പെർസെന്റേജ് ചോദിച്ചെന്ന് പറയുന്നത് 0.38% എന്നുള്ളത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റാങ്കിങ് കൊണ്ടുവരുന്ന ഏത് ഓർഗനൈസേഷൻ ആണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നേക്കുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് ഈ റിപ്പോർട്ട് കൊണ്ടുവന്നേക്കുന്നത്. അവരുടെ ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സ് അസസ്മെന്റ്
2020 എന്ന് പറയുന്ന റിപ്പോർട്ടിലാണ് ഈ ഒരു സംഭവം പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നേക്കുന്നത്. റിപ്പോർട്ടിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ നെയിം എക്സാമിൽ ചോദിക്കത്തില്ല, പക്ഷെ റിപ്പോർട്ടിന്റെ നെയിം എന്താ എന്ന് നോക്കി വെക്കുക. എക്സാമിന് ക്വസ്റ്റ്യനിൽ ആ റിപ്പോർട്ടിന്റെ നെയിം കാണും. അപ്പം ഈ ഒരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ FAOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാം. അപ്പൊ FAOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നേരത്തെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് റോമിലാണ്. റോം ഇറ്റലിയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം വേൾഡില് ഫോറസ്റ്റ് ഗെയിനിങ്ങിന്റെ ഒരു പെർസെന്റേജ് വൈസിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 3rd റാങ്കിലാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സംഭവം കൂടി അവിടെ ഇത് ഈ ഒരു റിപ്പോർട്ടിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഗ്ലോബൽ എംപ്ലോയ്മെന്റ് ഇൻ ഫോറസ്ട്രി. ഇതെന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് സെക്ടറിൽ എംപ്ലോയ്മെന്റ് ഉള്ള ആൾക്കാരുടെ ഒരു പോപ്പുലേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു റാങ്കിങ്ങിൽ ഇന്ത്യ എവിടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം അതെന്ന് പറയുന്നത് ഇപ്പം മൊത്തം അറൌണ്ട് 12.5 മില്യൺ ആൾക്കാരാണ് ഈ ഒരു ഫോറസ്റ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളിൽ ഏകദേശം 6.23 മില്യൺ ആൾക്കാരും നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ ഈ ഒരു ഫോറസ്റ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് അല്ലെങ്കിൽ റാങ്ക് 1ൽ നിൽക്കുന്ന കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഓൾമോസ്റ്റ് ടോട്ടൽ ആ ഒരു ഫോറസ്റ്റ് സെക്ടറിൽ എംപ്ലോയ് ചെയ്യുന്ന ആളുകളിൽ 50% നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ്. നെക്സ്റ്റ്, ഓക്കെ, റീസെന്റ് നമ്മുടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു 400 മില്യൺ കറൻസി സ്വാപ്പ് ഫെസിലിറ്റി കൊണ്ടുവന്നു ഏത് കൺട്രിയുമായിട്ട്. ആക്ച്വലി ഇതൊന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും കൺട്രിയിൽ കറൻസിയുടെ ഒരു ഷോർട്ടേജ് ഉണ്ടാകുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ലിക്വിഡിറ്റിയുടെ ഒരു ഷോർട്ടേജ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഷോർട്ടേജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോർട്ടേജിനെ ആ ഒരു ഷോർട്ടേജ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ആ കറൻസി ഫ്ലോ ഒന്ന് കൂട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അതിനു വേണ്ടി നമ്മൾ കുറച്ച് കറൻസി കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ RBI റീസെന്റ് 400 മില്യൺ US$ ആണ് ഈ ഇതിന്റെ ഒരു സപ്പോർട്ടിന് വേണ്ടി കൊടുത്തത്. അപ്പൊ ഏത് കൺട്രിക്കാണ് അത് കൊടുത്തത്? സോ അതെന്ന് പറയുന്നത് ശ്രീലങ്കയ്ക്കാണ് ഈ ഒരു 400 മില്യൺ US$ കൊടുത്തത് ഈ ഒരു കറൻസി സ്വാപ്പ് ഫെസിലിറ്റിക്ക് വേണ്ടി. ഒരു എമൗണ്ട് വലുതാണ് ആൻഡ് ആ കൺട്രിയുടെ നെയിമും ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിൽ ചോദിക്കാൻ പോകുന്നത് എമൗണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസസ് എന്ന് പറയുന്നത് കൺട്രിയുടെ നെയിം ഏത് കൺട്രിയാണ് എന്നുള്ളതായിരിക്കും എക്സാമിൽ മോസ്റ്റ്ലി ചോദിക്കാൻ പോകുന്നത്. നമ്മൾ ശ്രീലങ്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീലങ്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൊളംബോ ആണ്, നമുക്കറിയാം. അതേപോലെ ശ്രീലങ്കയുടെ കറൻസി എന്ന് പറയുന്നത് ശ്രീലങ്കൻ റുപ്പി ആണ് കറൻസി എന്ന് പറയുന്നത്. അതേപോലെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് നെയിം എന്ന് പറയുന്നത് ഗോട്ടബയ രജപക്ഷ എന്നാണ്. ആൻഡ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മഹേന്ദ്ര രജപക്ഷയാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, അഗെയിൻ നമ്മുടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു റീസെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് വന്നു 2020. അപ്പൊ ഈ റിപ്പോർട്ട് അനുസരിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ നോൺ പെർഫോമിംഗ് അസറ്റ് NPA നോൺ പെർഫോമിംഗ് അസറ്റിന്റെ ഒരു ഗ്രോസ് വാല്യൂയുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് മാർച്ച് 2020 വരെ 8.5% ആണ്. അപ്പൊ അത് മാർച്ച് 2021 ആകുമ്പോൾ എത്ര പെർസെന്റേജ് ആയിട്ട് കൂടും എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. ആ പെർസെന്റേജ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം RBIയുടെ ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിലാണ് ഈ ഒരു സംഭവം വന്നേക്കുന്നത്. അപ്പൊ ആ ഒരു പെർസെന്റേജ് 12.5% ആയിട്ട് മാർച്ച് 2021 ആകുമ്പോഴത്തേന് കൂടും എന്നാണ് പറഞ്ഞേക്കുന്നത്. 12.5%. നമ്മൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ RBI ഫോം ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1935 അല്ലെങ്കിൽ April 1, 1935 RBI ഫോം ചെയ്തത്. അതേപോലെ RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് എക്സാമിൽ ചോദിക്കും. അതെന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ ഗവർണർ. ഇതിന് മുമ്പ് ഇരുന്നത് ഉർജിത് പട്ടേൽ ആയിരുന്നു. അതിന് മുമ്പ് ഇരുന്നത് രഘുറാം രാജൻ ആയിരുന്നു. അതേപോലെ നമ്മുടെ RBI ഗവർണറുടെ ഒരു ടേം എത്ര വർഷം അല്ലെങ്കിൽ ടെന്യൂർ എത്ര വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് 3 years ആണ്. RBI ഗവർണറിന് മിനിമം ആൻഡ് മാക്സിമം ടേം ഉണ്ട് അല്ലെങ്കിൽ ടെന്യൂർ ഉണ്ട്. അതെന്ന് പറയുന്നത് മിനിമം എന്ന് പറയുന്നത് 3 years മാക്സിമം എന്ന് പറയുന്നത് 5 years ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് വേണമെങ്കിൽ 3 years ശേഷം ഒരു 2 years കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം ഒറ്റ തവണ മാത്രം. സോ മിനിമം എന്ന് പറയുന്നത് 3 മാക്സിമം എന്ന് പറയുന്നത് 5 years ആണ് നമ്മുടെ RBI ഗവർണറുടെ ടെന്യൂർ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ RBIയുടെ ആദ്യത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗവർണറുടെ പേരെന്ന് പറയുന്നത് ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു RBIയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത്. ഇതെല്ലാം കുറെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് RBI റിലേറ്റഡ് നമ്മുടെ എക്സാമിൽ നേരത്തെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ഓക്കെ, വേൾഡിലെ സെക്കൻഡ് മോസ്റ്റ് വാല്യൂഡ് എനർജി കമ്പനി ഏതാണ്?
സോ നമ്മളിപ്പം ലാസ്റ്റ് ഡേയിലേക്ക് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിൽ കണ്ടായിരുന്നു, നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ചെയർമാൻ മുകേഷ് അംബാനി വേൾഡിൽ ഇപ്പം 5th റിച്ചസ്റ്റ് മാൻ ആണ്. അപ്പം അന്ന് ഈ മാർക്കറ്റ് ക്യാപ്പില് നമ്മുടെ ഈ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ റാങ്കിങ് എത്രയൊക്കെയാണ് എന്നൊക്കെയുള്ള നോക്കിയായിരുന്നു. സോ അതിപ്പം കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പം വേൾഡ് സെക്കൻഡ് മോസ്റ്റ് വാല്യൂഡ് എനർജി കമ്പനി എന്ന് പറയുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ അന്ന് നമ്മൾ കണ്ടായിരുന്നു മാർക്കറ്റ് ക്യാപ്പില് ഗ്ലോബൽ റാങ്ക് എന്ന് പറയുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 48 ആയിരുന്നു. ഇപ്പൊ അത് വീണ്ടും ഇംപ്രൂവ് ആയി 46 ആണ് ഇപ്പം ഗ്ലോബലി നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ മാർക്കറ്റ് ക്യാപ് റാങ്ക് എന്ന് പറയുന്നത്. ഗ്ലോബലി മാർക്കറ്റ് ക്യാപ് റാങ്ക് എന്ന് പറയുന്നത് 46 ആണ് ഇപ്പം. അതേപോലെ തന്നെ 14 ലക്ഷം ക്രോർ മാർക്കറ്റ് ക്യാപ് ടച്ച് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനി കൂടിയാണ് ഈ പറയുന്നത് നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. പിന്നെ വേൾഡിലെ ഏറ്റവും മോസ്റ്റ് വാല്യൂഡ് ഈ പറയുന്ന ഗ്ലോബലി മാർക്കറ്റ് ക്യാപിലെ മോസ്റ്റ് വാല്യൂഡ് കമ്പനി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആരാംകോ ആണ്, സൗദി ആരാംകോ ആണ് മോസ്റ്റ് വാല്യൂഡ് കമ്പനി എന്ന് പറയുന്നത്, റാങ്ക് 1 കമ്പനി എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഏഷ്യയുടെ റാങ്കുകൾ നോക്കുകയാണെങ്കിൽ ഏഷ്യയുടെ റാങ്കിൽ 10th റാങ്കിലാണ് ഈ ഒരു എം ക്യാപ് റാങ്കിങ്ങിൽ. നെക്സ്റ്റ്, ലെജൻഡ് ഓഫ് അനിമേഷൻ അവാർഡ് 2020. ഈ ഒരു അവാർഡ് ഇപ്പം റീസെന്റ് ആർക്കാണ് ലഭിച്ചത്? അപ്പൊ ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് ടൂൺസ് മീഡിയ ഗ്രൂപ്പ് ആണ്. ഈ ഒരു അവാർഡിൽ കൊടുക്കുന്നത് ടൂൺസ് മീഡിയ ഗ്രൂപ്പിന്റെ റീസെന്റ് അനിമേഷൻ മാസ്റ്റേഴ്സ് സമ്മിറ്റ് 2020 ഇപ്പൊ റീസെന്റ് നടന്നു. ആ സമ്മിറ്റിൽ വെച്ചാണ് നമ്മൾ ഈ ഒരു അവാർഡ് ടൂൺസ് മീഡിയ ഗ്രൂപ്പ് പ്രഖ്യാപിക്കുന്നത്. അപ്പം ഈ ഒരു അവാർഡ് ലഭിച്ചേക്കുന്നത്, ലെജൻഡ് ഓഫ് അനിമേഷൻ അവാർഡ് 2020 ലഭിച്ചേക്കുന്നത് അർണബ് ചൗധരിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചേക്കുന്നത്. അർണബ് ചൗധരിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചേക്കുന്നത്. പിന്നെ ഈ ടൂൺസ് മീഡിയ ഗ്രൂപ്പിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ട്രിവാൻഡ്രത്താണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ടൂൺസ് മീഡിയ ഗ്രൂപ്പിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നേരത്തെ നമ്മുടെ 2018 SSC CGL എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഏഷ്യൻ ഗെയിംസ് 2018 ടോട്ടൽ മെഡൽസ് എത്രയാണ് ഇന്ത്യക്ക് കിട്ടിയത് എന്നുള്ളത്. ഇപ്പൊ റീസെന്റ് ഇപ്പം നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയ ഏഷ്യൻ ഗെയിംസ് 2018 ഇന്ത്യക്ക് കിട്ടിയ മെഡൽസിന്റെ കൗണ്ട് ഇൻക്രീസ് ആയി. അത് ഇൻക്രീസ് ആകാനുള്ള കാരണം എന്ന് പറയുന്നത് ബഹ്റിൻ നിന്നുള്ള ചില വിന്നേഴ്സ് റീസെന്റ് അവരെ ബാൻ ചെയ്ത് ഡോപ്പിംഗ് ചാർജസ് വന്നതിന്റെ കാരണം. അപ്പൊ അങ്ങനെ അവരെ ബാൻ ചെയ്തപ്പോൾ റാങ്കിങ്ങിൽ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് വന്നു, മെഡൽസിൽ അപ്ഗ്രേഡേഷൻ വന്നു. ഗോൾഡ് മെഡൽ അതേപോലത്തെ ബ്രോൺസ് മെഡലിലൊക്കെ ചിലതിലൊക്കെ അപ്ഗ്രേഡേഷൻ വന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ മെഡൽസിന്റെ കൗണ്ട് കൂടിയത്. അപ്പൊ ഇപ്പം ഈ എക്സാമിൽ നമുക്ക് ഈ അപ്കമിങ് CGLന്റെയും CSSന്റെയും ഈ പറഞ്ഞ ബാങ്കിന്റെയൊക്കെ എക്സാമിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റൻ ആണ്. ഏഷ്യൻ ഗെയിംസ് 2018 ടോട്ടൽ മെഡൽസിന്റെ കൗണ്ട് എത്രയാണ് ഇന്ത്യക്ക് കിട്ടിയത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അതെന്ന് പറയുന്നത് ഇപ്പം അപ്ഗ്രേഡ് ആയിട്ട് മൊത്തം ഇന്ത്യക്ക് കിട്ടിയ മെഡലിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 20 മെഡലാണ് ഇപ്പൊ ഇന്ത്യക്ക് കിട്ടിയ മെഡൽ എന്ന് പറയുന്നത്. ടോട്ടൽ മെഡലിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 20 ആണ് ഇന്ത്യക്ക് ഏഷ്യൻ ഗെയിംസ് 2018 കിട്ടിയ മെഡൽസ്. ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 വർഷത്തിൽ ഒരിക്കലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. അതേപോലെ ഈ 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്തോനേഷ്യ വെച്ചാണ്. അപ്പം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം അപ്കമിംഗ് എക്സാംസിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ബഹ്റിൻ നിന്നുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ബാൻ ചെയ്തത്. ഇന്തോനേഷ്യ വെച്ചാണ് ഇതിന് മുമ്പ് ഈ പറഞ്ഞ ഏഷ്യൻ ഗെയിംസ് 2018 നടന്നത്. 4 വർഷത്തെ ഒരിക്കലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ആൻഡ് നമ്മുടെ ഇന്ത്യയുടെ മെഡലിന്റെ കൗണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അതെന്ന് പറയുന്നത് 20 ആണ്. നെക്സ്റ്റ്, ഓക്കെ, 5 days സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എക്സ്പോ 2020 എവിടെ വെച്ചാണ് നടന്നത്? 5 days സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എക്സ്പോ 2020 എവിടെ വെച്ചാണ് നടന്നത്? സോ അത് നടന്നത് നമ്മുടെ ഹരിയാനയിൽ വെച്ചാണ് നടന്നത്. സ്ഥലം മാത്രം ഓർത്ത് വെക്കുക, എക്സാമിൽ ഡയറക്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ഇന്ത്യയും റഷ്യയും കൂടി ചേർന്ന് ടെക്നോളജി അഡാപ്റ്റേഷനിൽ അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനൊക്കെ വേണ്ടി കൊളാബറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എത്ര ക്രോർ ആണ് ഇപ്പൊ അതിനു വേണ്ടി അലോട്ട് ചെയ്തത്, അതിനു വേണ്ടി അതിന്റെ ഒരു സപ്പോർട്ടിന് വേണ്ടി എത്ര എമൗണ്ട് ആണ് ഫണ്ട് ചെയ്തത് ഇപ്പൊ റീസെന്റ്? സോ അതെന്ന് പറയുന്നത് ഒരു 15 crores ആണ് ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നമ്മുടെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അതിപ്പം റീസെന്റ് അലോട്ട് ചെയ്തത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ഇന്ത്യ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ട് എത്ര എമൗണ്ടിന്റെ മെഡിക്കൽ അസിസ്റ്റൻസ് ആണ് ഇപ്പൊ റീസെന്റ് നോർത്ത് കൊറിയയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്?
നമ്മുടെ ഇന്ത്യ WHO പറഞ്ഞിട്ട് എത്ര എമൗണ്ടിന്റെ മെഡിക്കൽ അസിസ്റ്റൻസ് ആണ് നോർത്ത് കൊറിയയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്. സോ അതെന്ന് പറയുന്നത് $1 മില്യൺ മെഡിക്കൽ അസിസ്റ്റൻസ് ആണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് WHO ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, 4th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്? അപ്പം 4th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് ഹരിയാനയെ വെച്ചാണ് നടക്കാൻ പോകുന്നത്. സ്ഥലത്തിന് ആ ഒരു പ്ലേസ് മാത്രം ഓർത്ത് വെക്കുക, ഹരിയാനയെ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഈ ഒരു ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് യൂഷ്വലി നടക്കുന്നത് എല്ലാ വർഷവും ജനുവരിയിലായിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നെക്സ്റ്റ്. ഓക്കെ, റീസെന്റ് നമ്മുടെ ഇന്ത്യയും UK-യുടെയും എക്കണോമിക് ആൻഡ് ട്രേഡ് കമ്മിറ്റി മീറ്റിംഗ് 2020 റീസെന്റ് നടന്നു. എക്കണോമിക് ആൻഡ് ട്രേഡ് കമ്മിറ്റി മീറ്റിംഗ് 2020. അപ്പൊ എത്രാമത്തെ മീറ്റിംഗ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്? സോ ഇത് ഇന്ത്യയും UK-യുടെയും 14th ജോയിന്റ് എക്കണോമിക് ആൻഡ് ട്രേഡ് കമ്മിറ്റി മീറ്റിംഗ് ആയിരുന്നു ഈ 2020 ഈ മീറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്. ഓക്കെ, നമ്മുടെ യൂണിസെഫ് നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട് എന്ന് ഷോർട്ടി പറയും, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം. അപ്പൊ അതിന്റെ ഒരു റീസെന്റ് റിപ്പോർട്ട് വന്നു, ചൈൽഡ് കെയർ ഇൻ എ ഗ്ലോബൽ ക്രൈസിസ്, ദി ഇമ്പാക്ട് ഓഫ് COVID-19 ഓൺ വർക്ക് ആൻഡ് ഫാമിലി ലൈഫ്. അപ്പൊ ഈ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ഏഷ്യയിൽ നിന്നുള്ള എത്ര ചിൽഡ്രൻസിനാണ് അവരുടെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രീ സ്കൂൾ നഷ്ടപ്പെട്ടെ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആക്ച്വലി ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രീ സ്കൂൾ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മുമ്പിലോട്ട് വരുന്ന എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടന്റ് ഒരു സ്റ്റെപ്പാണ് എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു സംഭവമാണ് ഇപ്പോഴത്തെ റീസൺ ഈ ഒരു COVID-19 പാൻഡമിക്കിന്റെ സിറ്റുവേഷൻ കാരണം ഇഷ്യൂ കാരണം നഷ്ടപ്പെട്ടത്. അപ്പൊ ഏകദേശം ഏഷ്യയിൽ നിന്നുള്ള എത്ര സ്റ്റുഡൻസ് അല്ലെങ്കിൽ എത്ര ചിൽഡ്രൻസിനാണ് ആ ഒരു സംഭവം നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സോ മൊത്തം 22 മില്യൺ ചിൽഡ്രൻസ് ആണ് ഇപ്പം നമ്മുടെ യൂണിസെഫിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പ്രീ സ്കൂൾ സംഭവം നഷ്ടപ്പെട്ടെ എന്ന് പറഞ്ഞേക്കുന്നത്. സോ ഡയറക്ട്ലി ആ യൂണിസെഫ് റിപ്പോർട്ട് ആടെയാണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. യൂണിസെഫിന്റെ റിപ്പോർട്ടാണ്, അതേപോലെ എത്രയാണ് ആ ചിൽഡ്രൻസിന്റെ കൗണ്ട് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ അതെന്ന് പറയുന്നത് 22 മില്യൺ എന്നാണ് ആ ഒരു കൗണ്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്. റീസെന്റ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് റീസെന്റ് ഒരു ആപ്പ് വെതർ ഫോർകാസ്റ്റിന് വേണ്ടി ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തായിരുന്നു. അപ്പൊ ആ ആപ്പ് ഡെവലപ്പ് ചെയ്തത് ഇന്റർനാഷണൽ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെമി എറിഡ് ട്രോപ്പിക്സും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജിയും പൂനെ ആൻഡ് നമ്മുടെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൂടി ചേർന്നാണ് ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ആപ്പിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആപ്പിന്റെ നെയിം എന്ന് പറയുന്നത് മോസം എന്നാണ് ആ ആപ്പിന്റെ നെയിം എന്ന് പറയുന്നത്. മോസം എന്നാണ് ആപ്പിന്റെ നെയിം. എക്സാമിന് ഡയറക്ട്ലി ആപ്പിന്റെ നെയിം ആയിരിക്കും ചോദിക്കുന്നത്. സോ മോസം എന്നാണ് ആപ്പിന്റെ നെയിം. നെക്സ്റ്റ്. ഓക്കെ, ദ ഇന്ത്യൻ വേ സ്ട്രാറ്റജീസ് ഓഫ് ആൻ അൺസർട്ടൈൻ വേൾഡ്. ഇത് ഒരു ബുക്കാണ്. ഈ ബുക്ക് ആരുടെയാണ്? നമ്മുടെ അപ്കമിങ് എക്സാംസിൽ ഏത് എക്സാം ആയാലും ശരി വളരെ ഇമ്പോർട്ടന്റ് ഒരു ഷ്യൂർ ക്വസ്റ്റൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബുക്ക് ആരുടെയാണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഡോക്ടർ എസ് ജയശങ്കറിന്റെ ബുക്കാണ് ഇതെന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ബുക്കിന്റെ നെയിം, ഈ ബുക്കിന്റെ ഓതർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഡോക്ടർ എസ് ജയശങ്കറിന്റെ ബുക്കാണ് ഇത്. നെക്സ്റ്റ്. ക്വസ്റ്റ് ഫോർ റിസ്റ്റോറിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ ഇന്ത്യ. ഇതും എഗെയിൻ ഒരു ബുക്കാണ്. ഈ ബുക്കിന്റെ ഓതർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഈ ബുക്കിന്റെ ഓതർ എന്ന് പറയുന്നത് വിറാൽ വി ആചാര്യ ആണ് ഈ ബുക്കിന്റെ ഓതർ എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ ഈ ആചാര്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ RBIയുടെ ഒരു ഫോർമർ ഡെപ്യൂട്ടി ഗവർണർ കൂടിയാണ്. സോ ബുക്കിന്റെ നെയിം ആൻഡ് ബുക്കിന്റെ നെയിം ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം പറഞ്ഞ രണ്ട് ബുക്കും, എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ ബുക്ക് ഉറപ്പായിട്ടും അപ്കമിങ് എക്സാമിൽ ചോദിക്കും. നെക്സ്റ്റ്. ഓക്കെ, കാർഗിൽ വിജയ് ദിവസ് ഏത് ഡേറ്റിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? കാർഗിൽ വിജയ് ദിവസ് നമ്മൾ ഏത് ഡേറ്റിലാണ് ഒബ്സർവ് ചെയ്യുന്നത്? അതുപോലെ വേറൊരു സംഭവം ചോദിക്കാം, ഓപ്പറേഷൻ വിജയ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ് എന്നും ചോദിക്കാം. സോ ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത് ഈ കാർഗിൽ സംഭവമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയിലെ ചില ജമ്മു ആൻഡ് കാശ്മീർ ആ റീജിയനിലുള്ള ചില സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്തായിരുന്നു. അപ്പൊ ആ ഒരു സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു, ഇന്ത്യൻ ആർമിയുടെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഈ ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡേറ്റിലാണ് നമ്മൾ ആ ഒരു സ്ഥലങ്ങൾ പാകിസ്ഥാൻ ക്യാപ്ചർ ചെയ്ത ആ ഒരു സ്ഥലങ്ങൾ നമ്മൾ തിരിച്ച് റീക്യാപ്ചർ ചെയ്തത്.
അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കാർഗിൽ ദ്രാസ് സെക്ടറിലാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. 1999 ഈ ഒരു ഇൻസിഡന്റ് നടന്നത്. അപ്പൊ നമ്മൾ കാർഗിൽ വിജയ് ദിവസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഡേ എന്ന് പറയുന്നത് ജൂലൈ 26 നമ്മൾ കാർഗിൽ വിജയ് ദിവസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ കാർഗിൽ ദ്രാസ് സെക്ടർ എന്ന് പറഞ്ഞു. ദ്രാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കോൾഡസ്റ്റ് പ്ലേസ് ആണ് ദ്രാസ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ വേൾഡിലെ ഇൻഹാബിറ്റഡ് ഏരിയാസിലെ സെക്കൻഡ് മോസ്റ്റ് കോൾഡസ്റ്റ് പ്ലേസ് ആണ് ദ്രാസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ ഏതായിരിക്കും? അന്റാർട്ടിക്ക ആണ് ഫസ്റ്റ് പൊസിഷനിൽ, സെക്കൻഡ് പൊസിഷനിൽ ദ്രാസ് ആണ്. അപ്പൊ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും കോൾഡസ്റ്റ് പ്ലേസ് ആണ് ദ്രാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, റീസെന്റ് കോവിഡ് ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിന്റെ ബേസിസിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ലോക്ക്ഡൌണും ഇതൊക്കെ കാരണം നമ്മുടെ നൈട്രോജൻ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ടിൽ എത്ര പെർസെന്റേജോളം കുറവാണ് ഡൽഹിയിൽ മാത്രം വന്നേക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം നൈട്രോജൻ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു പൊല്യൂട്ടന്റ് ആണ്. അപ്പൊ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടിയാണ് നൈട്രോജൻ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എത്രത്തോളം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന്റെ ഒരു എമൗണ്ടിൽ ഡൽഹിയിൽ 70% കുറവ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ ഗ്ലോബലി പല കൺട്രീസിലും ഈ ഒരു നൈട്രോജൻ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ടിൽ നല്ലൊരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 20% to 70% ഇടയ്ക്കാണ് പല കൺട്രീസിലും പല സ്ഥലത്തും ഇതിന്റെ ഒരു ഡ്രോപ്പ് വന്നേക്കുന്നത്. സോ ഏത് മേജർ പൊല്യൂട്ടനിലാണ് ഡ്രോപ്പ് വന്നേ എന്നൊക്കെ എക്സാമ്പിൾ ചോദിക്കാം. സോ അതെന്ന് പറയുന്നത് നൈട്രോജൻ ഡൈ ഓക്സൈഡിന്റെ ഒരു എമിഷനിൽ കണ്ടന്റിലാണ് ഡ്രോപ്പ് വന്നേക്കുന്നത്. നെക്സ്റ്റ്, ഡെയർ ടു ഡ്രീം 2.0. അപ്പം ഇത് ഏത് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു കണ്ടസ്റ്റ് കൊണ്ടുവന്നേക്കുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത്? ഡെയർ ടു ഡ്രീം 2.0. അപ്പൊ ഇതെന്ന് പറയുന്നത് DRDO ആണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഇന്നോവേറ്റേഴ്സിന്റെയും സ്റ്റാർട്ടപ്സ് കൾച്ചറിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ 5th ഡെത്ത് ആനിവേഴ്സറിന്റെ അന്നാണ് ഈ ഒരു സംഭവം ഡെയർ ടു ഡ്രീം 2.0 ലോഞ്ച് ചെയ്തത് DRDO. നെക്സ്റ്റ്, നമ്മുടെ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് എവർ ഓൺലൈൻ ഹാക്കത്തോൺ റീസെന്റ് അതിന്റെ ഗ്രാൻഡ് ഫിനാലെ നടന്നു. അപ്പം ഏത് കൺട്രിയാണ് ഈ ഒരു സംഭവം കണ്ടക്ട് ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ആണ് ഈ ഒരു സംഭവം കണ്ടക്ട് ചെയ്തത്. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 2020 എന്നായിരുന്നു ഈ സംഭവത്തിന്റെ നെയിം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ലാർജസ്റ്റ് എവർ ഓൺലൈൻ ഹാക്കത്തോൺ ആണ് നമ്മുടെ വേൾഡിൽ നടന്നിട്ടുള്ളത് വെച്ച്. അപ്പം ഇതിന്റെ ഒരു നെയിം സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 2020 എന്നാണ് ഇതിന്റെ ഒരു നെയിം. അപ്പൊ ഇത് റീസെന്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അത് അഡ്രസ് ഒക്കെ ചെയ്തായിരുന്നു അതിന്റെ ഗ്രാൻഡ് ഫിനാലെ. അപ്പം ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഏത് കൺട്രിയാണ് നടത്തിയത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ അതിന്റെ നെയിം സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 2020 അതിന്റെ നെയിം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഓക്കെ, വേൾഡ് ലാർജസ്റ്റ് സോളാർ പവർ പ്ലാന്റ് ഏത് കൺട്രിയിലാണ് കൊണ്ടുവരാൻ പോകുന്നത്? സോ വേൾഡ് ലാർജസ്റ്റ് സോളാർ പവർ പ്ലാന്റ് കൊണ്ടുവരാൻ പോകുന്നത് അബുദാബിയിലാണ്. അപ്പൊ അബുദാബി ഇത് ചെയ്യുന്നത് നമ്മുടെ ഫ്രാൻസിന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പവർ പ്ലാന്റ് കൊണ്ടുവരാൻ പോകുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് വേൾഡ് ബാങ്കിന്റെ കൂടെ ചേർന്ന് ഇന്ത്യയിലെ ഏത് സ്ഥലത്തിനെയാണ് എയറബിൾ ലാൻഡ് അല്ലെങ്കിൽ കൾട്ടിബിൾ ലാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്? സോ അതെന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഗ്വാലിയർ ക്യാമ്പൽ ബെൽറ്റിനെയാണ് നമ്മുടെ വേൾഡ് ബാങ്കിന്റെ കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് വേൾഡ് ബാങ്കിന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഗ്വാലിയർ ക്യാമ്പൽ ബെൽറ്റിനെ എയറബിൾ ലാൻഡ് അല്ലെങ്കിൽ നമ്മുടെ കൾട്ടിബിൾ ലാൻഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ്, ഓക്കെ, റീസെന്റ് ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷൻസ് ഓഫ് AI ഓൺ ഇന്ത്യൻ എക്കണോമി എന്നുള്ളതാണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ റിപ്പോർട്ട് കൊണ്ടുവന്നത് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് നാസ്കോമും അതേപോലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് റിസർച്ച് ഓൺ ഇന്റർനാഷണൽ എക്കണോമിക് റിലേഷൻഷിപ്പും ഗൂഗിളും കൂടി ചേർന്നിട്ട് ഈ 3 ഓർഗനൈസേഷൻ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ GDP എത്ര പെർസെന്റേജ് ഇംപ്രൂവ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം.
അപ്പൊ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം നമ്മളുടെ GDP-യിലെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP-യിൽ ഏകദേശം 2.5% ബൂസ്റ്റ് വരുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ഒരു പെർസെന്റേജ് ഇമ്പോർട്ടന്റ് ആണ്. 2.5% ആണ് ഇംപ്രൂവ്മെന്റ് വരും GDP-യിൽ എന്ന് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ഇന്ത്യ ഏത് കൺട്രിയിലാണ് സോളാർ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്? ആ കൺട്രിയുടെ കൂടെ ചേർന്ന് ആ കൺട്രിയിൽ ആക്ച്വലി ഇന്ത്യ ഇത് ചെയ്യുന്നത് നമ്മുടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അണ്ടറിലാണ് ഇന്ത്യ ഈ ഒരു സംഭവം ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യ നിന്നുള്ള ഏത് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു സംഭവം അവിടെ സെറ്റപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NTPC ആണ് ചെയ്യുന്നത്. NTPCയെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോസ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് NTPC എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് ആ സംഭവം. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് ഇന്ത്യ ആണ് ശ്രീലങ്കയിൽ ചെയ്യുന്നത്. ഇപ്പൊ ശ്രീലങ്കയിലാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ NTPC ഈ ഒരു സോളാർ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇതിലൊരു ഇമ്പോർട്ടന്റ് നേരത്തെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഹരിയാനയിലാണ്, ഗുരുഗ്രാം ഹരിയാനയിലാണ് നമ്മുടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്സ് പ്രൊജക്ട്. അപ്പൊ ഈ ഒരു സംഭവം ഇന്ത്യയിൽ ആരൊക്കെ ചേർന്നാണ് ലോഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്നത്? ആക്ച്വലി ഇതിന്റെ ഈ ഒരു MOU ഇപ്പം റീസെന്റ് 2 ഓർഗനൈസേഷൻ തമ്മിൽ MOU സൈൻ ചെയ്തു. അപ്പം ആ ഒരു MOU അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഈ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്രൊജക്ട്സിന്റെ പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു MOU എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ 4 പ്രൊജക്ട്സ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് വിത്ത് ടൈം ഈ ഒരു പ്രൊജക്ട്സ് ഇനിയും കൂട്ടിക്കൊണ്ട് വരാനാണ് പ്ലാൻ. ആൻഡ് ഇത് ശരിക്കും ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, സസ്റ്റൈനബിൾ ആൾട്ടർനേറ്റീവ് ടുവേർഡ്സ് അഫോർഡബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ്. ആ ഒരു ഇനിഷ്യേറ്റീവിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അതുപോലെ ഡെഫിനറ്റ്ലി നമ്മുടെ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളതും നമ്മുടെ സസ്റ്റൈനബിൾ ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള എനർജി ഫ്യൂവലിലോട്ടൊക്കെ മാറുക എന്നൊക്കെ ഉള്ളതൊക്കെ ഇതിന്റെ ഒരു റീസൺ ആണ്. അപ്പം ഈ ഒരു പ്രോജക്റ്റ്, ഈ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്രോജക്ട്സ് നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്നത് ഗെയിൽ ഇന്ത്യയും അതേപോലെ തന്നെ കാർബൺ ക്ലീൻ സൊല്യൂഷൻസ് ലിമിറ്റഡ് കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഗെയിലിന്റെ കൂടെ ചേർന്ന് ആരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പം ഗെയിലിന്റെ കൂടെ ചേർന്ന് കാർബൺ ക്ലീൻ സൊല്യൂഷൻസ് ലിമിറ്റഡ് ആണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്നത്. അപ്പം ഈ കാർബൺ ക്ലീൻ സൊല്യൂഷൻസ് ലിമിറ്റഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് UK-യിലെ ലണ്ടനിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഗെയിൽ ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കറിയാം, ന്യൂഡൽഹിയിലാണ് ഗെയിൽ ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, SBI നമുക്കറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീസെന്റ് ഏത് കൺട്രിക്കാണ് 16.20 മില്യൺ ലിക്വിഡിറ്റി സപ്പോർട്ട്, ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ലിക്വിഡിറ്റി സപ്പോർട്ട് കൊടുക്കാൻ തീരുമാനിച്ചത്? ഇപ്പൊ ഈ ഒരു COVID-19 സിറ്റുവേഷൻ കാരണം ആ കൺട്രിയിലുണ്ടായ ഒരു ലിക്വിഡിറ്റി ഡ്രോപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ SBI ആ കൺട്രി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു 16.20 മില്യൺ US$ സപ്പോർട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് കൺട്രിക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അതെന്ന് പറയുന്നത് മാൽദീവ്സിന് വേണ്ടിയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ SBI 16.20 മില്യൺ ലിക്വിഡിറ്റി സപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് മാൽദീവ്സിനാണ്. മാൽദീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാൽദീവ്സിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാലിയാണ്, മാൽദീവ്സിന്റെ ക്യാപിറ്റൽ. പിന്നെ SBI കുറിച്ച് പറയുകയാണെങ്കിൽ SBI നമുക്കറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് 1955-ലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഏത് കൺട്രിയുടെ കൂടെ ചേർന്നിട്ടാണ് 50-50 ജോയിന്റ് വെഞ്ചേഴ്സ്? 50-50 ജോയിന്റ് വെഞ്ചർ നമ്മൾ ഇതിന് മുമ്പും കണ്ടു എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 50-50 ജോയിന്റ് വെഞ്ചർ തുടങ്ങാൻ പോകുന്നത് ആൻഡ് ചെയ്യുന്നത് ബിറ്റുമിൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സുപ്പീരിയർ ക്വാളിറ്റി ബിറ്റുമിൻ പ്രൊഡക്ഷന് വേണ്ടിയാണ് ഈ ഒരു ജോയിന്റ് വെഞ്ചർ തുടങ്ങുന്നത്. അപ്പം ബിറ്റുമിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ റോഡ് കൺസ്ട്രക്ഷന് കോൾത്താർ എന്ന് പറയെങ്കിലും കോൾത്താർ അല്ല അത് ശരിക്കും. അതെന്ന് പറയുന്നത് ബിറ്റുമിൻ ആണ് ശരിക്കും നമ്മുടെ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ബിറ്റുമിനും അതേപോലെ തന്നെ ബിറ്റുമിൻ റിലേറ്റഡ് സുപ്പീരിയർ ക്വാളിറ്റി പ്രൊഡക്ട്സും ഡെവലപ്പ് ചെയ്യുകയാണ് ഈ ഒരു 50-50 ജോയിന്റ് വെഞ്ചർ കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആൻഡ് ഫ്രാൻസിന്റെ കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഫ്രാൻസും കൂടി ഉദ്ദേശിക്കുന്നത്.
അപ്പൊ ഏത് കൺട്രിയുടെ കൂടെ ചേർന്നാണ് ചെയ്യുന്നത്, എന്തോ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. സോ ഫ്രാൻസിന്റെ കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. ആൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബിറ്റുമിൻ ആണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആന്റണിയോ ഗുട്രസ്. നമുക്കറിയാം ആരാണ് എന്നുള്ളത്. യുണൈറ്റഡ് നേഷന്റെ ജനറൽ സെക്രട്ടറി ജനറൽ ആണ് ആന്റണിയോ ഗുട്രസ് എന്ന് പറയുന്നത്. അപ്പം ആന്റണിയോ ഗുട്രസിന്റെ 7 മെമ്പർ ന്യൂ യൂത്ത് അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇതിലേക്ക് നമ്മുടെ ഇന്ത്യൻ, ഈ 7 പേരിലെ മെമ്പറിലോട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ക്ലൈമറ്റ് ആക്ടിവിസ്റ്റിനെ കൂടി ആഡ് ചെയ്തു. അപ്പൊ ആരാണ് അത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് അർച്ചന സൊറേങ് ആണ് ആ ഒരു യൂത്ത് മെമ്പർ എന്ന് പറയുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. അർച്ചന സൊറേങ് ആണ് ആ ഒരു ന്യൂ യൂത്ത് മെമ്പർ. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ആണ് അർച്ചന സൊറേങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, വേൾഡ് നാച്ചുറൽ കൺസർവേഷൻ ഡേ 2020. നമ്മൾ ഏത് ഡേറ്റിലാണ് ഈ വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ഒബ്സർവ് ചെയ്യുന്നത്? സോ വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ജൂലൈ 28 ഒബ്സർവ് ചെയ്യുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന് ചില ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഡേറ്റ് ആണ് ഇമ്പോർട്ടന്റ്. സോ അതെന്ന് പറയുന്നത് ജൂലൈ 28 ആണ്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റീസെന്റ് ഏത് കൺട്രിയുടെ സുപ്രീം കോർട്ടാണ് റീസെന്റ് ഇനോഗ്രേറ്റ് ചെയ്തത്? അപ്പം ആ കൺട്രിയുടെ ആ സുപ്രീം കോർട്ട് നമ്മളുടെ ഇന്ത്യന്റെ ഗ്രാൻഡ് അസിസ്റ്റൻസ് വഴി കൂടിയാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഗ്രാൻഡ് കൂടി യൂസ് ചെയ്താണ് ആ ഒരു കൺട്രിയിൽ ആ ഒരു സുപ്രീം കോർട്ടിൽ ബിൽഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ആ കൺട്രിയിലെ 5 അതേപോലത്തെ പ്രൊജക്റ്റിൽ ഒന്നായിരുന്നു ഈ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റീസെന്റ് മൊറീഷ്യസിന്റെ സുപ്രീം കോർട്ടാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇപ്പൊ മൊറീഷ്യസിലാണ് ഈ ഒരു 5 പ്രൊജക്ട്, ഞാൻ നേരത്തെ പറഞ്ഞ 5 പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒന്നായിരുന്നു ഈ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റൻ ആണ്. മൊറീഷ്യസിലെ സുപ്രീം കോർട്ടിന്റെ പുതിയ ബിൽഡിംഗ് റീസെന്റ് ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. നെക്സ്റ്റ്, റീസെന്റ് ടൈഗർ സെൻസസ് 2020 റിപ്പോർട്ട് റിലീസ് ചെയ്തു. അപ്പം നമുക്കറിയാം ഇതെന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റ് മിനിസ്ട്രിയാണ് ഈ ഒരു സംഭവം റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഇത് റിലേറ്റഡ് 1-2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ കറന്റ് അഫയറിൽ നമ്മൾ സംസാരിച്ച ഒരു സംഭവമുണ്ട്. ടൈഗർ സെൻസസ് 2018 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വേൾഡ് ലാർജസ്റ്റ് ക്യാമറ ട്രാപ്പ് സർവേ ആയിരുന്നു ആ ടൈഗർ സെൻസസ് 2018 എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു ആ സർവേ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ കറന്റ് അഫയേഴ്സിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ കാണാത്തവർ നേരത്തെ കറന്റ് അഫയേഴ്സിന്റെ വീഡിയോസ് ഡെഫിനറ്റ്ലി കാണുക. അപ്പം വേൾഡ് ലാർജസ്റ്റ് ക്യാമറ ട്രാപ്പ് സർവേയുടെ കാറ്റഗറിയിലായിരുന്നു ടൈഗർ സെൻസസ് 2018 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ആഡ് ചെയ്തത്. അതും ചെയ്തത് ഒരു എന്താ പറയാ ഒരു 2 ആഴ്ച മുമ്പാണ്. സോ അതും നമ്മുടെ അപ്കമിംഗ് എക്സാമിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൂടാതാണ് ഇപ്പൊ ഈ ടൈഗർ സെൻസസ് 2020 വരുന്നത്. അപ്പം ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ടോട്ടൽ ഗ്ലോബൽ ടൈഗർ പോപ്പുലേഷനിൽ ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. സോ മൊത്തം ഗ്ലോബൽ ടൈഗർ പോപ്പുലേഷനിൽ ഇന്ത്യയിൽ ഉള്ള പോപ്പുലേഷൻ, ടൈഗറിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 70% ആണ് ഗ്ലോബൽ ടൈഗർ പോപ്പുലേഷന്റെ. ഗ്ലോബൽ ടൈഗർ പോപ്പുലേഷന്റെ 70% ആണ് ഇന്ത്യയിലെ ടൈഗർ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വേൾഡിൽ നമ്പർ 1 ഇന്ത്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നിറ്റി ആയോഗ് ഡെൽറ്റ റാങ്കിംഗ് ഓഫ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ്. ഇപ്പം ഇതിന്റെ റാങ്കിംഗ് അനുസരിച്ച് ഇന്ത്യയിലെ ഏത് ഡിസ്ട്രിക്ട് ആണ് റാങ്ക് 1? സോ റാങ്ക് 1 ബീജാപൂർ ആണ്. ബീജാപൂർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ്. അപ്പം നിറ്റി ആയോഗ് ഡെൽറ്റ റാങ്കിംഗ് ഓഫ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സിൽ റാങ്ക് 1 ബീജാപൂർ ആണ്, ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ നിന്നുള്ളത്. അപ്പം എക്സാമിൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഇതെന്ന് പറയുന്നത്. നിറ്റി ആയോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നിറ്റി ആയോഗ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫുൾ ഫോം ഡയറക്ട്ലി എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിറ്റി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. നിറ്റി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. അതേപോലെ നിറ്റി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO എന്ന് പറയുന്നത് അമിതാഭ് കാന്ത് ആണ്. നിറ്റി ആയോഗിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് നിറ്റി ആയോഗിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നെക്സ്റ്റ്, PFC പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഏത് IITയുടെ കൂടെ ചേർന്നിട്ടാണ് സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജിക്ക് വേണ്ടി ട്രെയിനിങ്ങും റിസർച്ചും ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്?
പവർ ഫിനാൻസ് കോർപ്പറേഷൻ നമ്മുടെ IIT കാൺപൂരുടെ കൂടെ ചേർന്നിട്ടാണ് ഈ സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങും റിസർച്ചും ബാക്കി ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. സോ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ചോദിക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡയറക്ട്ലി IIT ഏതാണെന്ന് ചോദിക്കും, മോസ്റ്റ്ലി IIT ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ സ്മാർട്ട് ഗ്രിഡ് പ്രൊജക്ട് എന്നുള്ളത് ചോദിക്കാം. അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നത്. സോ അത് നോക്കി വെക്കുക. സ്മാർട്ട് ഗ്രിഡ് പ്രൊജക്ട്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, IIT കാൺപൂർ. നെക്സ്റ്റ് ഗ്രീൻ AG പ്രൊജക്ട് അല്ലെങ്കിൽ ഗ്രീൻ അഗ്രികൾച്ചർ പ്രൊജക്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിയുടെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി ആണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ആദ്യമായിട്ട് ഇത് ചെയ്യാൻ പോകുന്നത് 5 സ്റ്റേറ്റിലാണ്. അപ്പം അതെന്ന് പറയുന്നത് മിസോറം, മധ്യപ്രദേശ്, ഒഡീസ, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഗ്രീൻ AG പ്രൊജക്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. സോ അതെന്ന് പറയുന്നത് മിസോറമിലാണ് ഈ ഗ്രീൻ AG പ്രൊജക്ട് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ആൻഡ് അഗെയിൻ ഈ ഒരു പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ ബയോഡൈവേഴ്സിറ്റിയും ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക, അതിന്റെ കൺസർവേഷൻ, അതേപോലെ തന്നെ കാർബൺ എമിഷൻ കുറയ്ക്കുക, അത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കുറയ്ക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പം ഇത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തതായിരിക്കും മിക്കവാറും ചോദിക്കാൻ പോകുന്നത്. അപ്പം അതെന്ന് പറയുന്നത് മിസോറമിലാണ് ഇത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. അതേപോലെ ഒരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാം. സോ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് USA-ലാണ്. നെക്സ്റ്റ് ഓക്കെ, ഒരു 300 years ഓൾഡ് ശ്രീ ജോയ് കാളി മത്താർ ടെമ്പിൾ. അപ്പം ഈ ടെമ്പിൾ ഏത് കൺട്രിയിലാണ്? ഇപ്പൊ റീസെന്റ് നമ്മുടെ ഇന്ത്യയുടെ കൂടി സപ്പോർട്ട് കൊണ്ടാണ് ഈ ഒരു ടെമ്പിൾ റീകൺസ്ട്രക്ട് ചെയ്തത്. അപ്പം ഏത് കൺട്രിയിലാണ് ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്? ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശിലാണ് ഈ ഒരു ടെമ്പിൾ. അപ്പം നമ്മുടെ ഇന്ത്യയുടെ കൂടി അസിസ്റ്റൻസ് വെച്ചാണ് ഈ ഒരു ടെമ്പിൾ റീകൺസ്ട്രക്ട് ചെയ്തത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഓക്കെ, നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് നമ്മുടെ ഇന്ത്യയുടെ COVID-19 എമർജൻസി റെസ്പോൺസിന് വേണ്ടി എത്ര എമൗണ്ട് ആണ് റീസെന്റ് അലോട്ട് ചെയ്തത്? ഓക്കെ, അപ്പൊ ആ എമൗണ്ട് എന്ന് പറയുന്നത് മൊത്തം $3 million ആണ്. ഡയറക്ട്ലി എക്സാമിന് എമൗണ്ട് ആയിരിക്കും ചോദിക്കുന്നത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മൊത്തം $3 million ആണ് നമ്മുടെ ഈ ഒരു COVID-19 എമർജൻസി റെസ്പോൺസിന് വേണ്ടി നമുക്ക് ഇന്ത്യക്ക് വേണ്ടി അപ്രൂവ് ചെയ്തത്. പിന്നെ ഒരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാം. സോ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഫിലിപ്പീൻസിലാണ് നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ, നമ്മുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് റീസെന്റ് കുറെ അവാർഡ്സ് പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും പ്രഖ്യാപിക്കുന്നതാണ്. അപ്പം അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് അവാർഡ് എന്ന് പറയുന്നത് 2 അവിടെ കൊടുത്തിട്ടുണ്ട്. ദ ലൈഫ് ടൈം എക്സലൻസ് അവാർഡ് എന്നുള്ളത് കിട്ടിയത് പ്രൊഫസർ അശോക് സൈനിക്കാണ് ആ ഒരു അവാർഡ് കിട്ടിയത്. അതേപോലെ തന്നെ ദ നാഷണൽ അവാർഡ് ഫോർ അറ്റ്മോസ്ഫിയറിക് സയൻസ് ആൻഡ് ടെക്നോളജി, ആ ഒരു അവാർഡ് ലഭിച്ചത് ഡോക്ടർ S സുരേഷ് ബാബുവിനാണ് ആ ഒരു അവാർഡ് ലഭിച്ചത്. അപ്പം ഇത് രണ്ടും ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൂടാതെ ഇതിന്റെ മൊത്തം ഒരു അവാർഡിന്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അവാർഡ്സ് 2 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള അവാർഡ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട്. മേ ബി വേറെ അവാർഡ്സ് എക്സാമിൽ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും എന്തായാലും നോക്കിയിട്ട് പോവുക. അപ്കമിങ് എക്സാംസിൽ എന്തായാലും കാണാൻ സാധ്യതയുണ്ട് ഈ 2 ക്വസ്റ്റ്യൻ. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് ഓക്കെ, നമ്മുടെ CSIR നമുക്കറിയാം, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് CSIO എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം. അപ്പൊ CSIOയും അമസീസ് ഇന്റർനാഷണലും കൂടി ചേർന്ന് റീസെന്റ് ഒരു മൈക്രോ ഓർഗാനിസം കണ്ടാമിനേഷൻ ബോക്സ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ ആ ബോക്സിന്റെ പേര് എന്താണ് എന്നുള്ളത് എക്സാമിൽ ചോദിക്കാം. അപ്പൊ ആ ബോക്സിന്റെ പേര് എന്ന് പറയുന്നത് സുരക്ഷ എന്നാണ് ആ ബോക്സിന്റെ നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു മൈക്രോ ഓർഗാനിസം കണ്ടാമിനേഷൻ ബോക്സ് ആണ് ഇതെന്ന് പറയുന്നത്. ആ ഒരു ബോക്സിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. ബോക്സിന്റെ പേര് എന്ന് പറയുന്നത് സുരക്ഷ എന്നാണ് ആ ബോക്സിന്റെ നെയിം. അപ്പം ഈ ഒരു നമ്മുടെ CSIO ഇതിന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ചണ്ഡീഗഡിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. നെക്സ്റ്റ് ബേൺഡ് ഷുഗർ അല്ലെങ്കിൽ ഗേൾ ഇൻ വൈറ്റ് കോട്ടൺ എന്ന് പറഞ്ഞ ബുക്കിന്റെ ഓതർ ആരാണ്?
അപ്പൊ ഈ ഒരു ബുക്ക് റീസെന്റ് ഇപ്പം പെട്ടെന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓതർ എന്ന് പറയുന്ന ആവണി ദോഷിയാണ് ഇതിന്റെ ഓതർ. അപ്പം ഈ ഒരു ബേൺഡ് ഷുഗർ എന്ന് പറയുന്ന ബുക്കിന്റെ ഒരു ഇന്ത്യൻ വെർഷൻ ആണ് ഈ ഗേൾ ഇൻ വൈറ്റ് കോട്ടൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബുക്ക് ആൻഡ് ഈ ഒരു ബുക്ക് കാരണം അല്ലെങ്കിൽ ഈ ബുക്ക് അല്ലെങ്കിൽ ഇതൊരു നോവലാണ്. ഈ ഒരു നോവൽ കാണാൻ നമ്മുടെ ആവണി ദോഷിയെ റീസെന്റ് നമ്മുടെ 2020 ബുക്കേഴ്സ് പ്രൈസിന്റെ ലോങ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം 13 പേരെയാണ് ലോങ് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം അതിന്റെ അകത്ത് ഒന്ന് നമ്മുടെ ഇന്ത്യൻ ഓതർ ആവണി ദോഷി കൂടിയാണ്. അപ്പം ആവണി ദോഷിയുടെ ഈ ഒരു നോവലിന്റെ കാരണമാണ് ആ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ ഈ ആവണി ദോഷിക്ക് ഈ പറഞ്ഞ 2020 ബുക്കേഴ്സ് പ്രൈസ് കിട്ടിയാലും ഇല്ലെങ്കിലും ആവണി ദോഷിയുടെ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഗേൾ ഇൻ വൈറ്റ് കോട്ടൺ അല്ലെങ്കിൽ ബേൺഡ് ഷുഗർ എന്ന് പറയുന്ന ഈ ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ടൈഗേഴ്സ് ഡേ ഏത് ഡേറ്റിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ ടൈഗേഴ്സ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് ജൂലൈ 29 ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം നേരത്തെ നമ്മൾ അതിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് കണ്ടായിരുന്നു. അത് കൂടാതെ ഇപ്പം ഈ ഇന്റർനാഷണൽ ടൈഗേഴ്സ് ഡേ അല്ലെങ്കിൽ ഗ്ലോബൽ ടൈഗേഴ്സ് ഡേന്റെ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് 2018, 2019, 2020 3 വർഷവും സെയിം തന്നെ ആയിരുന്നു. എന്ന് പറയുന്നത് ദെയർ സർവൈവൽ ഇൻ അവർ ഹാൻഡ്സ് എന്നുള്ളതാണ് അതിന്റെ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത്. സോ സ്ലോഗൻ ഇമ്പോർട്ടന്റ് ആണ്. 3 വർഷമായിട്ട് സെയിം സ്ലോഗൻ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഈ ഇന്റർനാഷണൽ ടൈഗേഴ്സ് ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് 2011 സ്റ്റാർട്ട് ചെയ്തത്. സോ ആ ഡേറ്റ് മാത്രമാണ് ഇമ്പോർട്ടന്റ്. അതേപോലെ ആ ഒരു സ്ലോഗൻ മേ ബി ചോദിച്ചെന്ന് വരാം. നെക്സ്റ്റ്, ചീഫ് മിനിസ്റ്റേഴ്സ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഏത് സ്റ്റേറ്റ് ആണ് കൊണ്ടുവന്നത്? സോ ഇത് ലോഞ്ച് ചെയ്തത് നമ്മുടെ സ്റ്റേറ്റ് കേരള തന്നെയാണ്. ഈ സംഭവം ലോഞ്ച് ചെയ്തത്. ഈ ഒരു പ്രോഗ്രാമിന്റെ അടിയിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഓരോ വർഷവും 2000 ഓൺട്രപ്രണേഴ്സിനെ, കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ സെലക്ട് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുക. അത് കൂടാതെ ഒരു 1000 ന്യൂ സ്മോൾ ആൻഡ് മീഡിയം വെഞ്ചേഴ്സിനെ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ ഓരോ വർഷവും 1000 ചെയ്യുമ്പോൾ ഗവൺമെന്റ് 5 വർഷം കൊണ്ട് ചെയ്യാൻ പോകുന്നത് 5000 ആയിരിക്കും. അപ്പം 5 വർഷം കൊണ്ട് 5000 ന്യൂ വെഞ്ചേഴ്സ്, സ്മോൾ ആൻഡ് മീഡിയം വെഞ്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് അതിൽ എലിജിബിൾ ആയിട്ടുള്ള ഫേംസിന് 10 lakh crore ലോണിന്റെ സപ്പോർട്ട് വരെ പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ലോഞ്ച് ചെയ്തത് നമ്മുടെ കേരളത്തിലാണ്. കേരള ഗവൺമെന്റ് ആണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, ഓക്കെ, റീസെന്റ് ആസാം അല്ലെങ്കിൽ ഗുവാഹട്ടിക്ക് ആദ്യത്തെ ഫസ്റ്റ് മാൻഹോൾ ക്ലീനിങ് റോബോട്ട് ലഭിച്ചു. ഇപ്പം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റിന് ഇതേപോലെ ഒരു മാൻഹോൾ ക്ലീനിങ് റോബോട്ട് ലഭിക്കുന്നത്. എന്താണ് ആ റോബോട്ടിന്റെ നെയിം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ റോബോട്ടിന്റെ നെയിം എന്ന് പറയുന്നത് ബണ്ടിക്കൂട്ട് എന്നാണ്. ആ റോബോട്ടിന്റെ നെയിം ബണ്ടിക്കൂട്ട് എന്നാണ് റോബോട്ടിന്റെ നെയിം. ആ റോബോട്ടിന്റെ നെയിം ഓർത്ത് വെക്കുക, ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ഓക്കെ, DGCA നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഇതിന്റെ ആദ്യത്തെ ഡ്രോൺ ട്രെയിനിങ് സ്കൂളിനുള്ള അപ്രൂവൽ ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അതെന്ന് പറയുന്നത് ബോംബെ ഫ്ലൈയിങ് ക്ലബിനാണ്. മുംബൈയിലുള്ള ബോംബെ ഫ്ലൈയിങ് ക്ലബിനാണ് ഇതിന്റെ ആദ്യത്തെ അപ്രൂവൽ ലഭിച്ചത്. നെക്സ്റ്റ്, നമ്മൾ ഒരുപാട് കേട്ട ഒരു സംഭവമാണ് ന്യൂസിലൊക്കെ, റഫാൽ ഡീൽ എന്ന് പറയുന്നത്. അപ്പം റഫാൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മൊത്തം 36 ഫൈറ്റർ ജെറ്റ്സിന്റെ ഒരു ഡീലാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പം എക്സാമിൽ ചോദിക്കാൻ, അപ്പം അതിന്റെ മൊത്തം 36 എണ്ണത്തിൽ 5 എണ്ണം റീസെന്റ് ഇപ്പം ഡെലിവറി ചെയ്തു. നമുക്ക് അതിന്റെ ഫൈറ്റർ ജെറ്റ്സ് ഡെലിവറി ചെയ്തു. ഇപ്പൊ റീസെന്റ് അത് ബേസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഹരിയാനയിലുള്ള അംബാലയിലാണ് അത് ബേസ് ചെയ്തേക്കുന്നത് 5 എണ്ണം. അപ്പം ഏത് കൺട്രിയാണ് ഈ റഫാൽ ഫൈറ്റർ ജെറ്റ്സ് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്നത്? സോ അതെന്ന് പറയുന്നത് ഫ്രാൻസ് ആണ് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ഈ റഫാൽ ഫൈറ്റർ ജെറ്റ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഇപ്പൊ റീസെന്റ് യൂണിസെഫിന്റെ വേറെ ഒരു റിപ്പോർട്ട് വന്നായിരുന്നു, ദ ടോക്സിക് ട്രൂത്ത് എന്നുള്ളതാണ് റിപ്പോർട്ട്. ആ ഒരു റിപ്പോർട്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻസ് എക്സ്പോഷർ ടു ലെഡ് പൊല്യൂഷൻ അണ്ടർമൈൻസ് എ ജനറേഷൻ ഓഫ് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എന്നുള്ളതാണ് ആ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ റിപ്പോർട്ടിൽ പറയുന്നത് ലെഡ് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ലെഡ് പോയിസണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് ഏത് ഓർഗനൈസേഷന്റെ ആണെന്ന് എക്സാമ്പിൾ ചോദിക്കും. സോ അതെന്ന് പറയുന്നത് യൂണിസെഫിന്റെ റിപ്പോർട്ടാണ്. യൂണിസെഫ് എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം യൂണിസെഫിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വേൾഡില് 3 ചിൽഡ്രൻസിൽ ഒരു ചൈൽഡ്
ലെഡ് പോയിസണിങ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം യൂണിസെഫ് ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്യുവർ എർത്ത് എന്ന് പറയുന്ന ഒരു NGO, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം 3-ൽ 1 ചൈൽഡ് ആണ് ലെഡ് പോയിസണിങ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. യൂണിസെഫിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. നെക്സ്റ്റ്, ഓക്കെ, കംപ്ലീറ്റ്ലി റിന്യൂവബിൾ എനർജിയിൽ റൺ ചെയ്യുന്ന വേൾഡ് ഫസ്റ്റ് ലാർജ് സ്കെയിൽ കെമിക്കൽ പ്രൊഡക്ഷൻ പ്ലാന്റ് എവിടാണ്? കംപ്ലീറ്റ്ലി റിന്യൂവബിൾ എനർജിയിൽ റൺ ചെയ്യുന്ന വേൾഡ്സ് ഫസ്റ്റ് ലാർജ് സ്കെയിൽ കെമിക്കൽ പ്രൊഡക്ഷൻ പ്ലാന്റ് ഏത് കൺട്രിയിലാണ് എന്ന് ചോദിക്കാം. സോ അതെന്ന് പറയുന്നത് സ്പെയിനിലാണ്. ഏതാണ് കമ്പനി എന്നും ചോദിക്കാം. സോ അതെന്ന് പറയുന്നത് സാബിക് എന്നാണ് ആ കമ്പനിയുടെ നെയിം. അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് സൗദി ബേസിക് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ സാബിക് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം സ്പെയിനിലാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ നെയിം എന്ന് പറയുന്നത് സാബിക് എന്നാണ് കമ്പനിയുടെ നെയിം. നെക്സ്റ്റ്, ഐക്രസ്റ്റ്. ഈ സംഭവം ഏത് ഓർഗനൈസേഷൻ ആണ് ലോഞ്ച് ചെയ്തത്, എന്തിനു വേണ്ടിയുള്ളതാണ്? അഗെയിൻ ഇതും ഒരു ഹൈ പെർഫോമിംഗ് സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യാനും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആരാണ് ഇത് ലോഞ്ച് ചെയ്തത്, ആരുടെ കൂടെ ചേർന്നാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. സോ അതെന്ന് പറയുന്നത് നമ്മുടെ നിറ്റി ആയോഗ്, നേരത്തെ സംസാരിച്ച നിറ്റി ആയോഗ് ആണ് ഇത് ലോഞ്ച് ചെയ്തത്. നിറ്റി ആയോഗിന്റെ അണ്ടറിലാണ് അട്ടൽ ഇന്നോവേഷൻ മിഷൻ വരുന്നത്. ഓക്കെ, അപ്പം നിറ്റി ആയോഗിന്റെ അണ്ടറിൽ അട്ടൽ ഇന്നോവേഷൻ മിഷൻ ആണ് ഈ AIM ഐക്രസ്റ്റ് എന്ന് ലോഞ്ച് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അട്ടൽ ഇന്നോവേഷൻ മിഷൻ ഐക്രസ്റ്റ് ലോഞ്ച് ചെയ്തത്. ആൻഡ് ഏതിന്റെ കൂടെ ചേർന്നാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത് എന്ന് ചോദിക്കാം. സോ അതെന്ന് പറയുന്നത് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഏത് ഓർഗനൈസേഷനാണ് ലോഞ്ച് ചെയ്തത് എന്നുള്ളതായിരിക്കും എക്സാമ്പിൾ ചോദിക്കുന്നത്. സോ അതെന്ന് പറയുന്നത് നിറ്റി ആയോഗിന്റെ അണ്ടറിൽ അട്ടൽ ഇന്നോവേഷൻ മിഷൻ ആണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, മെഡിക്കൽ ബെഡ് ഐസൊലേഷൻ സിസ്റ്റം റീസെന്റ് നമ്മുടെ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ അതിന്റെ നെയിം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അതിന്റെ നെയിം എന്ന് പറയുന്നത് ആശ്രയ് എന്നാണ് ആ സംഭവത്തിന്റെ നെയിം. അപ്പം ആരാ ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി ആണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത്. ആൻഡ് ഇതിന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബെഡിന്റെ നെയിം എന്ന് പറയുന്നത് ആശ്രയ് എന്നാണ് ആ ഒരു മെഡിക്കൽ ബെഡ് ഐസൊലേഷൻ സിസ്റ്റത്തിനെ പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, അപ്പൊ ലാസ്റ്റ് കറണ്ട് അഫയർ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് സംഭവം നമ്മൾ നേരത്തെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഏറ്റവും കൂടുതൽ ടോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020. അപ്പൊ നമുക്കറിയാം നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാ ചേഞ്ചസ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ജസ്റ്റ് നോക്കുക. നമ്മൾ ഒരുപാട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കാണും എല്ലാവരും. ഞാൻ പറയാൻ പോകുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പം അതെന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഏത് എഡ്യൂക്കേഷൻ പോളിസിയെ മാറ്റിക്കൊണ്ടാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതെന്ന് പറയുന്നത് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986 മാറ്റിക്കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നേക്കുന്നത്. അപ്പം 1986 എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ 34 വർഷം മുമ്പുള്ള എഡ്യൂക്കേഷൻ പോളിസിയാണ് ഇപ്പം പുതിയ എഡ്യൂക്കേഷൻ പോളിസി വെച്ച് റീപ്ലേസ് ചെയ്തേക്കുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1986 എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളത്. രണ്ടാമത്തെ എക്സാമിൽ ചോദിക്കാൻ പറ്റിയ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു സംഭവം ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടന്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് മിനിസ്ട്രി, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി HRD മിനിസ്ട്രിയെ റീനെയിം ചെയ്തു. ഇപ്പം നമ്മൾ ഇനി തൊട്ട് നമ്മുടെ HRD മിനിസ്ട്രി ഇല്ല, ആ മിനിസ്ട്രിക്ക് പകരം ആ മിനിസ്ട്രിയെ റീനെയിം ചെയ്ത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആക്കി മാറ്റി HRD മിനിസ്ട്രി. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത് മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആക്കി മാറ്റി റീനെയിം ചെയ്ത് എന്നുള്ളത് എക്സാമിൽ ചോദിക്കാം. സോ അതെന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് HRD മിനിസ്ട്രി ആണ് റീസെന്റ് ഇങ്ങനെ റീനെയിം ചെയ്ത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആക്കി മാറ്റിയത്. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആക്ച്വലി നമുക്ക് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ എല്ലാം ഒരു സിംഗിൾ റെഗുലേറ്ററിന്റെ അണ്ടറിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്.
അതേപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രീസും മൾട്ടിപ്പിൾ എക്സിറ്റും അതേപോലെ ഡിഗ്രി കോഴ്സിന്റെ ഒക്കെ ഇടയ്ക്ക് വെച്ച് എക്സിറ്റ് ആകുവാണെങ്കിൽ ഒരു വർഷം പോലും വേസ്റ്റ് ആയി പോകാത്ത രീതിയിലൊക്കെ ഉള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് സംഭവം ഇത് റിലേറ്റഡ് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ഏതിന്റെ ബേസിസിലാണ് ഫ്രെയിം ചെയ്തേക്കുന്നത് എന്ന് ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റൻ ആണ് അതും. ആക്ച്വലി ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കറന്റ് അഫയേഴ്സിന്റെ ഒക്കെ ആദ്യം തുടങ്ങിയ സമയത്ത് ബിഗിനിങ്ങിലുള്ള 2-3 വീഡിയോസ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സംഭവത്തിനെ കുറിച്ച്. അപ്പം ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ഫ്രെയിം ചെയ്തേക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ബേസിസിലാണ് ഫ്രെയിം ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ അന്നേ പറഞ്ഞ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന്. 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് നമുക്കുള്ളത്. അപ്പം ഏതാണ് അതിന്റെ അച്ചീവിംഗ് ഇയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2030 ആണ് അതിന്റെ ഒരു ടാർഗറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ എഡ്യൂക്കേഷൻ എത്രാമത്തെ ഗോളാണ്, അത് എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഞാൻ ആ വീഡിയോസിൽ തന്നെ പറഞ്ഞായിരുന്നു. അപ്പം ഈ ഒരു സംഭവം ഫ്രെയിം ചെയ്തേക്കുന്ന ആ ഒരു എഡ്യൂക്കേഷൻ ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ബേസിസിലാണ് ഫ്രെയിം ചെയ്തേക്കുന്നത്. അപ്പൊ എഗെയിൻ ഞാനിപ്പോ വീണ്ടും ചോദിക്കുക, അന്ന് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ, ഈ പറയുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലെ എത്രാമത്തെ ഗോളിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ അപ്കമിംഗ് എക്സാമിൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റൻ ആണ് ഇപ്പൊ ഞാൻ ചോദിച്ച ഒരു സംഭവം. ബിക്കോസ് ഇതിപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത കറന്റ് അഫയേഴ്സിൽ 4ാമത്തെ തവണ എന്തോ ആണ് ഞാൻ ഈ ഒരു സംഭവം പറയുന്നത്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് 4ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലെ മൊത്തം 17 4ാമത്തെ ഗോളാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പം ആ ഒരു സംഭവം ഓർത്ത് വെക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ 4ാമത്തേതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ അക്സസിബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ആ ഒരു 4ാമത്തെ ഗോളിൽ ആക്ച്വലി ശരിക്കും ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും ശരിക്കും ഉദ്ദേശിക്കുന്നത് അതാണ്. ഏകദേശം ആ ഒരു എഡ്യൂക്കേഷൻ എല്ലാവർക്കും ആക്സസിബിൾ ആയി കൊടുക്കുക, അതേപോലെ ഓൾമോസ്റ്റ് ആ ഒരു പെർസെന്റേജ് ഇപ്പം എഡ്യൂക്കേഷൻ ലഭിക്കുന്ന സ്റ്റുഡൻസിന്റെ ആ ഒരു പെർസെന്റേജിനെ കൂട്ടുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് 1 വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് 6 ഡേയിലെ ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 55 to 60 ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ് ലാസ്റ്റ് 1 വീക്കിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സും കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മളിപ്പം ചെക്ക് ചെയ്തത്. സോ ഇതിലെ മാക്സിമം ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അപ്കമിംഗ് എക്സാംസിൽ കാണാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതിൽ നിന്ന് നിങ്ങൾ കിട്ടുന്ന കറന്റ് അഫയേഴ്സിന്റെ മാക്സിമം ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് തന്നെ കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് അടുത്ത സാറ്റർഡേ ആയിരിക്കും, ഈ ഒരു 1 വീക്കിലെ കറന്റ് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് കമ്മിങ് സാറ്റർഡേയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.